ഞങ്ങൾ ഈ പാക്ക് ചെയ്ത് പോകുന്ന കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോവാണെന്ന്. അല്ല ഗൈസ്, ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ടാണ്, രേണുചേച്ചിയുടെ ഗമിലേൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിൻ്റെ തലേന്ന് ദിവസം ഏതെങ്കിലും വീട്ടിലൊക്കെ കൂടി ഫുഡൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ്. ഇത് സഹായി. ഇന്ന് ഇവരുണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഹലോ നമസ്കാരം, ഞാൻ അപർണ വെണ്ണല. വെൽക്കം ടു അലോഹമൂര. അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്നത് നമ്മുടെ ന്യൂ ഇയർ പാർട്ടി സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ ഒരു പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ട്. ന്യൂ ഇയർ സെലിബ്രേഷനെ സംബന്ധിച്ച് ഞങ്ങൾ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഹന്ന ബേബീനെ കൺസിഡർ ചെയ്തിട്ട് നമ്മളതൊരു ഹോം പാർട്ടി ആക്കാൻ വിചാരിച്ചു. കാരണം രേണു ചേച്ചി ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം. ഈ പാർട്ടി ഓർഗനൈസ് ചെയ്തത് അഭിജിത്താണ് കേട്ടോ. ശരിക്കും അഭി ഈ പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നത്. 25 to 30 ആൾക്കാരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറമെ ഫുഡ് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നതായിരിക്കുമല്ലോ എന്ന്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് വിശാഖും അസിസ്റ്റ് ചെയ്യുന്നത് അഭിയുമാണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി. വിശാഖ് മാമൻ എന്നാ ചെയ്യുക? ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് എന്താ ഇട്ടേക്ക് വിശാഖ് മാമൻ? എന്ത് കളറാ? ഓറഞ്ച് കളറാണോ? കൊച്ചിനെ പറ്റ കാര്യമില്ല, അത് യെല്ലോ കളറാണേ. പൗഡർ ആണോ ഓറഞ്ച് കളറ്? പൗഡർ ഓറഞ്ച് കളർ അല്ലേ? കളർ ചിക്കൻ കറി റെഡി. മന്നെ എടുത്ത് കഴിക്കുന്ന ഇച്ചിരി ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് എഫക്ട് വരുള്ളൂ. ഓക്കെ, ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചെയ്യേണ്ടതെല്ലാം ഇവര് ചെയ്തോളൂ. മല്ലിക്കൊത്ത് ചെയ്യുവോ? ഓക്കെ, ഇപ്പോൾ ഈ ചിക്കൻ ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ട് എവിടെ വെക്കണം എന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന നമ്മുടെ അസിസ്റ്റന്റ് ഷെഫാണ് കേട്ടോ. മെയിൻ ഷെഫ് കയ്യൊക്കെ കഴുകി ഇപ്പൊ വരും. പിന്നെ ഒരു കുട്ടി ഷെഫ് ഉണ്ട്. ഓക്കെ ഓക്കെ, രതീഷ്. ഇത് ആശാൻ. അതെ അതെ, ഇത് കാവേരി വാട്ടറാണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന കാവേരി ചിക്കൻ എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊന്ന് തീരുമാനിക്കാവോ പ്ലീസ്? എനിക്ക് സ്വന്തമായിട്ട് ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. 5 കിലോ ചിക്കനും മന്നയും. ബാ, അല്ല 5 കിലോ ചിക്കൻ അല്ലല്ലോ, 5 കിലോ സവോള ആൻഡ് മന്ന. ബാ, മന്ന ഫ്രണ്ടിലോട്ട് പോ. നമ്മൾ വെളിയിലിരുന്നല്ലേ ചെയ്യുന്നേ. മന്നെ ചിറ്റ എന്താ ചെയ്യാൻ പോന്നേ? ഓണിയൻ കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളല്ലേ. ഓക്കേ, ബാ. ഈ കൈ മാറ്റാവോ ക്യാമറയിൽ? ഓക്കെ, എന്തായാലും 5 കിലോ എന്ന് പറഞ്ഞപ്പോൾ വളരെ ചെറിയ സവോളയാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഡിസംബർ തുടങ്ങിയ പിന്നെ ഭയങ്കര തണുപ്പ്. അപ്പോൾ പിന്നെ കുറച്ച് വെയിറ്റൊക്കെ കാഞ്ഞ് ഇതാക്കാന്ന് വിചാരിച്ചു, സവോള കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ. ഇത് ഹെൽപ്പ് ചെയ്യുന്ന ആരാ? എന്റെ പേരെന്നാ? What is your name? My name is Ilada Anna Kemil. മിടുക്കി. ബാ, ഞങ്ങൾ 5 കിലോ സവോള ചേച്ചിയുടെ സഹായത്തോടു കൂടി പൊളിച്ചു തീർത്തിട്ടുണ്ട്. ഇഞ്ചിയുണ്ട്. അല്ല മന്ന, ആരൊക്കെ പൊളിച്ച് സവോള ആരെ പൊളിച്ചേ? അരിഞ്ഞ് മോനെ എല്ലാം കൂടി ചെയ്തു തരാം. ഇതൊന്നും തുറന്നേപ്പാ. ഓക്കെ, ഗീ റൈസ് കുറെ ആയിട്ടാണ്. ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ വന്നേ. ഇനി ഗീ റൈസ് വേണം കഴിക്കാൻ. അയ്യോ,
ഇനി നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയിലേക്ക് ഇത്യാദി സാധനങ്ങൾ. മഞ്ഞ് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഓൾറെഡി ഈ ഓണിയനൊക്കെ കട്ട് ചെയ്യാൻ ഹെൽപ്പിങ്ങിനും കുട്ടികളൊക്കെ നേരത്തെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് കുട്ടികളൊക്കെ വരുമെന്ന് പറഞ്ഞു, പക്ഷെ അവർക്കൊന്നും സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ മഞ്ഞ് കുറേ ഹെൽപ്പ് ചെയ്തു. വീഡിയോ എടുത്തിട്ടോ അവരെന്താ ചെയ്യണേന്ന്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന വിഷമാവൻ അഭിജിത്തൻ. വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഈ ഭാഗം കണ്ടപ്പോൾ മഞ്ഞയുടെ ഒരു ഉത്സാഹവും സന്തോഷമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ തോന്നിയില്ല. പാവം ഒത്തിരി സന്തോഷത്തോടു കൂടി അവരുടെ അടുത്ത് ചെന്നതാ, പക്ഷെ അവർ മൈൻഡ് ചെയ്തില്ല. പിന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവള് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതെന്ന് അവർ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാന്ന്. പിന്നെ പിടിപ്പത് പണി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ 5 കിലോ സവോള കുത്തിയിരുന്നറിയുന്നത് രതീഷ്. എത്ര മനോഹരമായിട്ട്, എത്ര കാവ്യാത്മകമായിട്ടാണ് അല്ലേ? വിശാഖ കാവ്യാത്മകമായി ചിക്കൻ വറുക്കാൻ നമുക്ക് നോക്കാം. എന്നെ ഒന്ന് കാണിക്കാമോ? വിശാഖ വിളിക്കുന്നേ. അങ്ങനെ 5 കിലോ ചിക്കൻ പാവം നിന്ന് വറുത്തിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. ഇത് റെഡി ആയതാണോ? രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല ഫുഡാണ്. നമ്മുടെ ഇത് തോപ്പിക്കാൻ പല ആൾക്കാരും പല രീതിയിൽ ഓരോന്ന് പറയുന്നുണ്ട്. ഇത് വ്യാജ പ്രചരണമാണ്. അങ്ങനെ പറഞ്ഞിട്ട് കഴിയില്ല. നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ നിന്നാണ്ട് തുപ്പലൊലിക്കുന്ന നിങ്ങൾക്ക് കാണാം. ആദ്യം കട്ട് തിന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം കഴിച്ച ആരും അറിയാത്ത ഒരു പീസ് ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. അത് എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടിപ്പോയി. അതിമനോഹരമായ രുചികരമായ, പിന്നെ കുറച്ച് ഉപ്പ് കൂടി, കറിവേപ്പില. ഓക്കെ, ഈ റൈസ് ഇപ്പോഴും സ്റ്റൗവിൽ നിന്ന് ഇറങ്ങാത്തതിന്റെ കാര്യം കൂടെ ഫുഡ് കൊടുക്കണം ചൂടോടുകൂടി. അതിനുവേണ്ടി നമ്മൾ പിന്നെ ഒന്ന് സ്റ്റൗവിൽ വെച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അരി ഇച്ചിരി ഒന്ന് വേവാനുണ്ട്, അത് നമ്മൾ അതിന്റെ ലാസ്റ്റ് നിമിഷം ആ ഗുമ്മ കിട്ടാൻ. ഇതിനെയാണ് നമ്മൾ ഈ വർഷത്തെ അവസാനത്തെ തള്ളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നല്ലത്. കണ്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ പറയാം എന്ത് അടിപൊളി നെയ്ച്ചോറാണ്. ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും ഉപ്പുമാവാണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് വെച്ചതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് വിശാഖിന് കൊടുക്കണം. ഈ ആരായാലും ഞാൻ സത്യം ഞാൻ മുഖത്ത് നോക്കി പറയുമോ? എടുക്കാമോ? ഇത് ആക്ച്വലി നമ്മുടെ വിശാഖിനെ നമ്മുടെ ജോസിക്കായനെ ഹെൽപ്പ് ചെയ്യുന്ന രതീഷാണ്. പക്ഷെ രതീഷ് പോലെ പഴം പോലെ ഉപ്പുമാവിന്റെ ഉത്തരവാദിത്വം ഇവരുണ്ടെന്നുള്ളത്. നമ്മൾ പങ്കെടുത്തോണ്ടിരിക്കുന്ന മഞ്ഞയോട് ചോദിക്കാം. എങ്ങനെയുണ്ട് മന്ന? ഫുഡ് എങ്ങനെയുണ്ട്? നല്ലായിട്ടുണ്ട്. ആരും ഉണ്ടാക്കിയേ? അപ്പ വിഷമം. ഓക്കെ ഓക്കെ, ശരി. കൗണ്ടറിൽ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. ഇങ്ങനെയാണ് കർണാടകയിൽ വിളമ്പ് കേട്ടോ. ഓ ഈ മനുഷ്യൻ അത് അല്ല കുഞ്ഞെണീക്കും. സോറി, ലൈനിൽ ആളുകൾ തിരക്ക് ക്യൂവിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമുക്ക് വീണ്ടും രണ്ട് ഗസ്റ്റും കൂടെ 2-3 കുട്ടികളും കൂടെ വരാനുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കട്ടയ്ക്ക് നിന്ന് കുറ്റം പറഞ്ഞെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. നമ്മുടെയൊക്കെ ഭക്ഷണം കഴിപ്പ് കാണുമ്പോൾ ഇത് മനസ്സിലാകുമല്ലോ അല്ലേ. അപ്പോൾ അത് നല്ല ഫുഡൊക്കെ ആയിരുന്നു. സോ ഫുഡ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ 2 ഗസ്റ്റ് ലേറ്റ് ആയതിനാലും ഞങ്ങൾക്ക് ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കുറേ ടൈം എടുത്തു. സോ ഒരു 12 മണി വരെ, ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരു 12 മണി വരെ ഞങ്ങൾ ഇന്ന് ഗെയിംസ് ആയിരുന്നു കേട്ടോ. മെയിനായിട്ടും ഡം ഷറാഡ്സ്, പിന്നെ ഒരു ഏതെങ്കിലും ഒരു ഫിലിം പോർഷൻ ഇട്ടിട്ട് അത് റീക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ആ ഒരു മൊമെൻറ്റിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുകയായിരുന്നു.
ഇപ്പം ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് രേണു ചേച്ചി തിരിയൊക്കെ കത്തിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു. മന്നയും വേറൊരു കുട്ടിയും കൂടെയാണ് കേക്ക് കട്ട് ചെയ്തത്. ശരിക്കും ഈ വർഷത്തെ ആദ്യത്തെ മധുരം ഞങ്ങൾക്ക് മന്നയിൽ നിന്നായിരുന്നു. മന്ന കട്ട് ചെയ്തിട്ട് ഓരോ പീസ് എടുത്തിട്ട് അവിടെ നടന്ന് എല്ലാവർക്കും ഓടി ഓടി നടന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാട്ടിട്ട് നല്ലതായിട്ട് തുള്ളലായിരുന്നു. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ അടുത്ത് വീട്ടിനകത്ത് തന്നെ ഞങ്ങൾ ഡാൻസ് ചെയ്തപ്പം നമ്മുടെ താഴത്തെ വീട്ടിലുള്ള ഒരാൾ താഴെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു, കാരണം അവർ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെയും പോയി കുറേ നേരം ഓളം വെച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറെങ്കിലും ഞങ്ങൾ നിന്ന് നൃത്തം ചെയ്തിട്ടുണ്ടാവണം. അപ്പം അത്രയും നേരത്തെ ഡാൻസിന് ശേഷം പിന്നെ ഞങ്ങൾ വന്നിരുന്ന് അന്താക്ഷരി കളിച്ചു എന്നുള്ളതാണ്. അന്താക്ഷരി ഡബ് സ്മാഷും ഇല്ലാതെ നമ്മൾ മലയാളികൾക്ക് എന്താഘോഷം അല്ലേ? ഓരം പറ്റിയിരിക്കുന്ന മനുഷ്യർ. മാലകള് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുറെ അന്താക്ഷരിയൊക്കെ കളിച്ച് ഓരടിച്ച് മടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ ന്യൂ ഇയർ പരിപാടി നിർത്തുകയാണ്. സോ ദിസ് ഇസ് മീ അപർണ വെണ്ണില. വിഷാഖ് സൈനിങ് ഓഫ്. Bye.